الحمد لله الذي أكرمنا بالإيمان نحمده ونصلي ونسلم على رسوله الكريم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله إلى آخر الآية. صدق الله مولانا العظيم. അർഹമുറാഹിമായ പടച്ചറബ് അവന്റെ അവർണ്ണനീയവും അതുല്യവുമായ വിശുദ്ധമായ ഭവനത്തിൽ നമ്മെ സംഗമിപ്പിച്ചതുപോലെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെ ബർസഖി ജീവിതത്തിൽ കഴിയുന്നു എല്ലാവരോടൊപ്പം അവസാനം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ചറബ് രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന നാം ഓരോരുത്തരുടെയും ജീവിതം പാപരഹിതമായി മുന്നോട്ട് നയിക്കാനും അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായി മുഅ്മിനായി ഈ ലോകത്ത് നിന്ന് ഏറ്റവും ഉയർന്ന മുഅ്മിനിന്റെ പട്ടികയിൽപ്പെട്ട് വിട പറയാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പുണ്യമായ റജബിലേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചതുപോലെ ശഅബാനിലൂടെയും അവസാനം പുണ്യമായ വസന്തങ്ങളുടെ മാസമായ പൂന്തോട്ടമായ പുണ്യങ്ങളുടെ പൂന്തോട്ടമായ റമദാൻ എന്ന് പറയുന്ന ഖുർആനിന്റെ മാസത്തിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ജുമുഅക്ക് മുമ്പ് തൊട്ടു മുമ്പ് വരെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും സിഹത്തും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്കറിയാം. അത്രമേൽ കഠിനമായ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു ഇത്രയേറെ പരീക്ഷിച്ച ഒരു പ്രവാചകനില്ല. 1,24,000 പരം പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട് എന്ന് നാം ചെറുപ്പത്തിൽ തന്നെ മദ്രസകളിൽ നിന്ന് പഠിച്ചവരാണ്. അതിലേറ്റവും ഉത്കൃഷ്ടനായ നബി ആമിനയുടെയും അബ്ദുള്ളയുടെയും പൊന്നുമോനായ മക്കയിൽ ജനിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതിനെ ആവിഷ്കരിച്ചു പറഞ്ഞാൽ 950ഓളം വർഷം ദഅവത്ത് മാത്രം നടത്തിയ 1000ഓളം വർഷം ഈ ഭൂലോകത്തിൽ ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഈ 63 വയസ്സുകാരൻ അനുഭവിച്ചത്ര പരീക്ഷണങ്ങൾ ഏർപ്പെട്ടിട്ടില്ല. അള്ളാഹു അത്രമേൽ പരീക്ഷണങ്ങൾ കൊടുത്ത നബിയാണ് മുഹമ്മദ് എന്നു പേരുള്ള അവസാന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് ആമുഖമായി ഞാൻ പറഞ്ഞു വെച്ചതാണ്. നബിതങ്ങളുടെ പരീക്ഷണങ്ങളിൽ ഏറ്റവും കടുപ്പമേറിയ നുബുവത്ത് കിട്ടുന്നത് 40ാമത്തെ വയസ്സിലാണ് എന്ന് നമുക്കറിയാം. നുബുവത്ത്, പ്രവാചകൻ എന്നുള്ള പദവി അള്ളാഹു നൽകുന്നത് 40ാമത്തെ വയസ്സിലാണ്. ആദ്യം മുതൽ തന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. 40ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ എന്നുള്ള ശൃംഖലയിലേക്ക് ഹബീബായ തങ്ങളെ സീല് കൊടുക്കുന്നത്. 40ാമത്തെ വയസ്സിൽ. അതുവരെ അൽ അമീർ എന്നും മക്കയിലെല്ലാം അറിയപ്പെട്ടു. വിശ്വസ്തനായ ഒരു നല്ല മനുഷ്യൻ 40ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട്
ഹബീബായ തങ്ങളെ അള്ളാഹു ഹിറാ ഗുഹയിൽ വെച്ച് അലങ്കരിക്കുകയാണ്. ജബലനൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയുടെ ഇരുളിൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അള്ളാഹു വഹിയായി ഖുർആനിനെ കൊടുത്തുവിട്ട് അള്ളാഹു പ്രവാചകൻ എന്നുള്ള പദവിയിലേക്ക് മുഹമ്മദ് നബിയെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നുബുവത്തിന്റെ 10-ാം വർഷം കാലം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നബി തങ്ങളെ കൊണ്ടുപോയി. ഒരുപാട് വേദനയേറിയ പരീക്ഷണങ്ങളിലൂടെ 40 മുതൽ തുടങ്ങിയ 23 സംവത്സരങ്ങൾ, 40 മുതൽ 63 വരെ എണ്ണി നോക്കുക. 23 വർഷം പ്രവാചകൻ എന്നുള്ള ശൃംഖലയിൽ നബി തങ്ങൾ കഴിയുമ്പോൾ ഓരോ പരീക്ഷണങ്ങളെയും ഏറ്റവും ഉത്തമമായ രീതിയിൽ തന്നെ ഹബീബായ തങ്ങൾ വിശ്വാസത്തോടെ നേരിട്ടു. അങ്ങനെ 50-ാമത്തെ വയസ്സെത്തിയപ്പോ ഒരു വർഷത്തിൽ നബി തങ്ങൾക്ക് പരീക്ഷണം അള്ളാഹു നൽകിയത് 3 അവസ്ഥകളിലൂടെയാണ്. ആ വർഷത്തെ ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാം, ആമുൽ ഹുസ്ന്, ദുഃഖ വർഷം എന്ന് രേഖപ്പെടുത്തി. 50-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 40-ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് ലഭിക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ 50-ആയി. 50-ാമത്തെ വയസ്സിൽ 8-ാം മാസത്തിലാണെന്ന് തോന്നുന്നു ഹബീബായ തങ്ങളെ അള്ളാഹു 3 രീതിയിൽ ആ വർഷം ഇങ്ങനെ പരീക്ഷിക്കുന്നു. ഒന്ന്, നബി തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന അബൂ താലിബിനെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നു. അബൂ താലിബ് എന്ന് പറയുന്ന നബി തങ്ങളുടെ വാപ്പയുടെ സഹോദരനെ മക്കയിലെ കുഫാറുകളും മുശ്രിക്കീങ്ങളും എല്ലാം ഉപദ്രവിക്കുമ്പോൾ എന്റെ സഹോദരന്റെ മോനല്ല, എന്റെ മകനാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഈ മതത്തിലേക്ക് കടന്നു വന്നില്ല എന്ന് മാത്രം. നബി തങ്ങളെ പരിചരിച്ച് അത്രമേൽ സുന്ദരമായ രീതിയിൽ നോക്കിയ അബൂ താലിബ് അല്ലാതെ മറ്റൊരാളില്ല. അപ്പൊ അബൂ താലിബിന് അള്ളാഹു മരണം കൊണ്ട് പരീക്ഷിച്ചു. അത് ഹബീബായ തങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും അതുപോലെ പരീക്ഷണവുമായിരുന്നു. തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. രണ്ടാമത്തേത്, കുറച്ചു ദിവസം കഴിയുമ്പോൾ തന്നെ നബിതങ്ങളുടെ എല്ലാമായ നബിതങ്ങളുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്ന പ്രിയതമ ആദ്യ ഭാര്യ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പുറകെ പോകുന്നു. 2 പരീക്ഷണം. ഒന്ന്, വാപ്പയുടെ സഹോദരൻ, വാപ്പ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന ഹബീബായ തങ്ങൾ അത്ര സ്നേഹിക്കുന്ന അബൂ താലിബിന്റെ മരണം 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ ആ വർഷത്തിൽ തന്നെ തങ്ങളുടെ പ്രിയതമയായ ഖദീജ ബീവിയുടെ മരണം. തീർന്നില്ല. ആ വർഷം പിന്നെ അള്ളാഹുവിന്റെ ക്ഷണം. ഈ ദുഃഖം ഇങ്ങനെ ആചരിച്ചുകൊണ്ടൊന്നും ഹബീബായ തങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനുള്ള അവസരമില്ല. ഇസ്ലാമിന്റെ പ്രബോധനവുമായി ഉമ്മയുടെ നാട്ടിലേക്ക് പോകുന്നു, ത്വായിഫിലേക്ക്. നബി തങ്ങൾ ക്ഷണിക്കുകയാണ്. ക്ഷണിക്കുമ്പോൾ ത്വായിഫുകാര് സന്തോഷത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. മറിച്ച് എന്റെ ഉമ്മയുടെ വീട്ടുകാർ, എന്റെ കുടുംബക്കാരെന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരെന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയ പ്രവാചകന് നേരെ മറുവശമായിരുന്നു നൽകിയത് ത്വായിഫുകാർ. എന്തായിരുന്നു? പ്രവാചകന്റെ മേൽ ഭ്രാന്തന്മാരെ വിളിച്ചു, ചെറിയ കുട്ടികളെ, തെരുവ് കുട്ടികളെ വിളിച്ച് നമ്മുടെ കരളിന്റെ വശത്തെ മദീന റൗദയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ ഹൃദയത്തിന്റെ കാതൽ, മക്കയിലെ ജേതാവ്, മക്കയിലെ മരതകം, മദീനയുടെ രാജകുമാരൻ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങളെ ത്വായിഫുകാർ കല്ലെറിഞ്ഞു ഓടിക്കുകയാണ്. നബി തങ്ങളുടെ കാല് പൊട്ടി, കാലിലൂടെയും മുഖത്തിലൂടെയും എല്ലാം ധാരധാരയായി ചോര ഒഴുകാൻ തുടങ്ങി. 3 പരീക്ഷണങ്ങൾ ഒരൊറ്റ വർഷത്തിൽ അള്ളാഹു നൽകുന്നു. ആ വർഷത്തെ എല്ലാവരും വിളിച്ചു ആമുൽ ഹുസ്ന്, ദുഃഖ വർഷം. നബി തങ്ങൾക്ക് മനപ്രയാസമുള്ള, അത്രമേൽ ക്ലേശമുള്ള, ദുഃഖത്തിൽ ആഴ്ന്നു പോയ ഒരു വർഷത്തിൽ അള്ളാഹു ഒരു പരീക്ഷണത്തിന്റെ അവസാനം തങ്ങളെ അങ്ങക്ക് ഏറ്റവും ഉന്നതമായ ഒരു സമ്മാനം ഞാൻ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹു ഇസ്രായിലും മിഅ്റാജിലും ഹബീബായ തങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. ഈ 3 അവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹു തന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന്, തന്റെ അടുക്കൽ കൊണ്ടുവന്ന് സമാശ്വസിപ്പിക്കുന്നത്. ഈ 3 കാരണം: 1, അബൂ ത്വാലിബ് മരണപ്പെട്ടു; 2, ഭാര്യ മരണപ്പെട്ടു; 3, ത്വായിഫുകാർ, കുടുംബക്കാർ നബി തങ്ങളെ തള്ളിപ്പറഞ്ഞ് കല്ലെറിഞ്ഞോടിച്ചു. ഈ 3 അവസ്ഥയിലൂടെ നബി തങ്ങള് വല്ലാതെ വിഷമത്തിലായിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഉത്കൃഷ്ട സൃഷ്ടിയെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. വിശുദ്ധ ഖുർആൻ അതിനെ സുന്ദരമായ രീതിയിൽ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുകയാണ്,
എന്താണ് അല്ലാഹു പറയുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ കാണാം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. സുബ്ഹാനല്ലദീ അസ്റാ, രാപ്രയാണം നടത്തിയ റബ്ബെത്രയോ പരിശുദ്ധനാണ്. രാപ്രയാണം നടത്തിയ റബ്ബെത്രയോ പരിശുദ്ധനാണ്. ബിഅബ്ദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൃഷ്ടിയെ, ഉത്കൃഷ്ട സൃഷ്ടിയെ പടച്ച റബ്ബ് സ്വീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പുണ്യമേറിയ സ്ഥലങ്ങളെന്ന് വിശേഷിപ്പിച്ച 3 സ്ഥലങ്ങളിൽ അതിപ്രധാനമായ ആദ്യത്തെ ഖിബ്ലയായ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാന്റെ റസൂലിനെ രാപ്രയാണം നടത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം, അള്ളാഹു വിടുകയാണ് ജിബ്രീലിനെ നബി തങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവരാൻ. മാസങ്ങളെടുക്കും മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ. പക്ഷേ ബുറാഖ് എന്ന് പറയുന്ന വാഹനം, കുതിരയെ പോലെ തോന്നിക്കുന്ന, എന്നാൽ കഴുതയുടെ അത്രയും ഉയരമില്ലാത്ത കോവർ കഴുതയേക്കാൾ അല്പം ഉയരമുള്ള, അതിന്റെ നോട്ടം എവിടെ എത്തുന്നു അതിനേക്കാൾ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ള ബുറാഖിലേറി ഹബീബായ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോവുകയാണ്. ആദ്യമായി ഇസ്റാ എന്ന് പറയുന്നത് നബി തങ്ങളെ മക്കയിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയാണ്. നബി തങ്ങൾ 17 വഖ്തുകളോളം നിസ്കരിച്ച, തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. ഒരു അസർ നിസ്കാരത്തിന് ഹബീബായ തങ്ങൾക്ക് ഉത്ബോധനം വന്നു, നബിയെ ഇനി കഅബയിലേക്ക് തിരിയുക. ഏതാണ് കഅബ? മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ കഅബയിലേക്ക് തിരിയുക എന്ന് ഉത്ബോധനം വന്നപ്പോൾ മാത്രമാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് തിരിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. രാപ്രയാണം അള്ളാഹു നടത്തുകയാണ്. പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിൻ ഫീ ഖുലമി. പരിശുദ്ധനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന്, കയറു നബിയേ, അങ്ങേ കൊണ്ട് ഞാനൊരു യാത്ര നടത്താൻ പോവുകയാണ്. യാത്ര മറ്റെവിടേക്കുമല്ല, ഒരു പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് മറ്റൊരു പരിശുദ്ധമായ സ്ഥലത്തേക്കാണ്. ഏതാണ് ആ സ്ഥലം? ഒന്ന് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ്. കൊണ്ടുപോകപ്പെടുന്ന സ്ഥലം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസാണ്. ഭൂമിയിലെ സ്വർഗമുണ്ട്, ആ സ്വർഗം ബൈത്തുൽ മുഖദ്ദസാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഭൂമിയിലെ സ്വർഗമാണ് ബൈത്തുൽ മുഖദ്ദസ്. എല്ലാ പ്രവാചകന്മാരും കാലുകുത്തിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോഴോ ഹബീബായ തങ്ങളെ വരവേൽക്കാനായി എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു അവിടെ ഒരുമിച്ച് കൂട്ടുന്നു. ലോകം കണ്ട എല്ലാ പ്രവാചകന്മാരെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഹബീബായ തങ്ങൾക്ക് സലാം പറയുന്നു. നബിതങ്ങളെ ഇമാമത്ത് നിർത്തി നബിതങ്ങളുടെ പുറകിൽ മറ്റെല്ലാ പ്രവാചകന്മാരിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കുന്നു. 2 റക്അത്ത് നിസ്കരിച്ചു വന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബിതങ്ങളെ മക്കയിൽ നിന്ന് ബുറാഖിലേറെ കൊണ്ടുപോയി നിമിഷങ്ങൾക്കകം, ഒരു രാത്രിയിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. ഓർക്കണം, ഒരു രാത്രിയിൽ. അങ്ങനെ ഹബീബായ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സയിൽ എല്ലാ പ്രവാചകന്മാരെയും, മൂസാ നബിയെ കണ്ടു, അവിടെ ഈസാ നബിയെ കണ്ടു, ഇബ്രാഹിം നബിയെ കണ്ടു, ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ അവരെല്ലാം കണ്ടു. നബി തങ്ങളോട് പറഞ്ഞു, കയറി ഇമാമത്ത് നിൽക്കാൻ, അള്ളാഹുവിന്റെ ഓർഡറാണ്. നബി തങ്ങൾ കയറി ഇമാമത്ത് നിന്നു. ബാക്കിയിൽ എല്ലാ പ്രവാചകന്മാരും ഇമാമത്ത് നിൽക്കുന്നത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങള് നിസ്കരിച്ച ശേഷം നബിതങ്ങൾക്ക് പാല് പോലെയുള്ള പാനീയം ജിബ്രീൽ അലൈഹിസ്സലാം നൽകുകയാണ്. അവിടെ നിന്നും അടുത്ത യാത്ര തുടങ്ങുന്നു. അടുത്ത യാത്ര എവിടേക്കാണ്?
ആലമുൽ ജബറൂത്തും ആലമുൽ മലക്കൂത്തും ആലമുൽ നാസൂത്തും കടന്ന് സിദ്റത്തുൽ മുൻതഹ കടന്ന് പരിശുദ്ധനായ റബ്ബിന്റെ അടുക്കലേക്കാണ് അടുത്ത യാത്ര. റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ബുറാഖിൽ ഏറാൻ പറയുകയാണ് ഹബീബായ തങ്ങളോട്. യാത്ര തുടങ്ങുന്നു. യാത്ര തുടങ്ങി ഒന്നാം ആകാശത്തിലേക്ക് എത്തുകയാണ്. എല്ലാ പ്രവാചകന്മാരും ആ മുഹമ്മദ് എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. പലരും സലാം പറയുന്നു, നബി തങ്ങളുടെ മേൽ സലാത്ത് പറയുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബുറാഖിലേറി. ഡ്രൈവർ ജിബ്രീലാണ്, പുറകിലിരിക്കുന്നത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം പോകുന്നു ഒന്നാം ആകാശത്തിലേക്ക്. അവിടെ ആദ്യമായി കാണുന്ന ഒരു പ്രവാചകനെ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാന്റെ റസൂല് കണ്ടുമുട്ടുന്നു. ഒന്നാം ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. വീണ്ടും അടുത്ത അവിടെ വെച്ച് സലാത്ത് പറയുന്നു, സലാം പറയുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അശ്റഫൽ ഖൽഖിൽ അനാം. നബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുകയാണ്. രണ്ടാം ആകാശത്തിലേക്ക് പോകുമ്പോ രണ്ട് പ്രവാചകന്മാരെയാണ് കാണുന്നത്. ഒന്ന് യഹ്യ നബി, രണ്ട് ഈസാ നബി. ഒന്നാം ആകാശത്തിൽ ആദം നബിയെ കണ്ട് സലാം പറഞ്ഞു. രണ്ടാം ആകാശത്തിലേക്ക് പോകുമ്പോൾ യഹ്യ നബിയും ഈസാ നബിയും വരവേൽക്കാനായി നിൽക്കുകയാണ്. മലക്കുകളുടെ കൂട്ടം വേറൊന്ന്, മലക്കുകളും സലാം പറയുകയാണ്. അങ്ങനെ മൂന്നാം ആകാശത്തിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും സുന്ദരനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് മൂന്നാം ആകാശത്തിൽ ഹബീബായ തങ്ങളെ വരവേൽക്കുന്നത്. നാലാം ആകാശത്തിൽ മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ സഹോദരനാണ്. മൂസാ നബിക്ക് ചെറിയ വിക്കുണ്ടായിരുന്നു. അതിനും കുറെ ചരിത്രങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അഞ്ചാം ആകാശത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഏഴാം ആകാശത്തിലേക്ക് എത്തുന്നു. ഏഴാം ആകാശത്തിൽ ഹബീബായ തങ്ങളെ കാത്തിരിക്കുന്നത് സയ്യിദുന തങ്ങളുടെ പിതാമഹനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ബുറാഖ് കൊണ്ടുകൂടെ, ജിബ്രീൽ കൊണ്ടുകൂടെ. പക്ഷേ അവസാനം ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു പോകുന്നത് സിദ്റത്തുൽ മുൻതഹയിലേക്കാണ്. സിദ്റത്തുൽ മുൻതഹയുടെ പ്രത്യേകത എന്താ? സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞാൽ പിന്നെ കവാടം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ കവാടമാണ്. പിന്നെ മറ്റൊരു കവാടമുണ്ട്, അതാണ് പരിശുദ്ധനായ റബ്ബിന്റെ കവാടം. അതിന്റെ അപ്പുറത്താണ് ഒരു മറയുടെ അപ്പുറം പടച്ചുറപ്പിരിക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പ്രവേശനമുള്ളൂ. മുഖറബായ മലക്കാണ്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്ക്, ഖുർആൻ കൊണ്ടുവന്ന് കൊടുത്ത മലക്ക്. പക്ഷേ അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു മറയുടെ ഇപ്പുറത്ത് നിന്ന് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ കണ്ടപ്പോ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മണ്ണിനാൽ പടക്കപ്പെട്ട മനുഷ്യൻ റബ്ബിന്റെ മറ നീക്കി റബ്ബിനെ കാണാൻ കയറുകയാണ്. അവിടെ വെച്ചും പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ. നബിയേ നബിയേ, എനിക്കിവിടെ വരെ പ്രവേശനമുള്ളൂ. ഇനി അങ്ങേക്കാണ് ഈ സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് ഒരു പ്രവേശനമുണ്ടെങ്കിൽ അള്ളാഹു അത് നിയോഗിച്ചിരിക്കുന്നത് മദീനയുടെ രാജകുമാരനാണ്, മക്കയിലെ ജേതാവിനാണ്, ഖൽബിന്റെ കാതലിനാണ്, ചങ്കില ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ കാതലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് പടച്ചറബിനെ കാണാനുള്ള അനുമതി. ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാഖും യാത്രയേറി. നബിതങ്ങളാണ് ഇനി അള്ളാഹുവിനെ കാണുന്നത്. മറ നീങ്ങി പടച്ചറബിനെ കണ്ടുമുട്ടാനായി ആദ്യ കാൽവെപ്പ്. റബ്ബിനെ കാണുമ്പോ ആദ്യമായി അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്, അത്തഹിയാതു ലില്ലാഹി മുബാറകാതു സലവാത്തു. ഇതാണ് പടച്ചറബിനെ ആദ്യമായി അള്ളാഹു കണ്ടുമുട്ടുമെന്ന് പറയുന്നത്. സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള റബ്ബേ സലാം. സലാം എന്ന് പറയുകയാണ്, പടച്ചറബിന്റെ പേരിനെ തന്നെ വിളിക്കുകയാണ്.
തിരിച്ച് അള്ളാഹിന്റെ റസൂലിനോട് റബ്ബിന്റെ മറുപടി ഇതാണ്: അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകാവസാനം വരുന്ന ഓരോ മനുഷ്യനും നിസ്കരിക്കുമ്പോ അത്തഹിയാത്ത് ഇരിക്കുമല്ലോ, ആ അത്തഹിയാത്തിൽ ഓതുന്ന കലിമത്ത് നിങ്ങളുടെ നേതാവായ ഹബീബായ തങ്ങൾ പടച്ച റബ്ബിനെ കണ്ടുമുട്ടിയപ്പോ ആദ്യമായി പറഞ്ഞ കലിമത്താണ്. റബ്ബ് തിരിച്ചു പറഞ്ഞതാണ് അത്തഹിയാത്തിന്റെ ബാക്കി. മനസ്സിലാക്കണം, നബി തങ്ങൾ ആദ്യമായി കണ്ടപ്പോ അള്ളാഹു സമാശ്വസിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞാണ് സമാശ്വസിപ്പിക്കുന്നത്? 3 ദുഃഖങ്ങളിൽ നിന്ന്. ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, നബി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു. നബി തങ്ങളുടെ പ്രിയതമ ഖദീജ ബീവി വഫാത്തായി. 3ാമത് ത്വായിഫിലേക്ക് കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയപ്പോ ആട്ടി ഓടിച്ചു നബി തങ്ങളെ. ഈ 3 വിഷമത്തിൽ നിന്നും അള്ളാഹുവിനെ കണ്ടതോടുകൂടി ഹബീബായ തങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ വെച്ച് ഹബീബായ തങ്ങളും അള്ളാഹുവും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അത്തഹിയാത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ വെച്ച് റബ്ബും റസൂലും സമ്മതിച്ച ഒരു കാര്യം നിസ്കാരത്തെ കുറിച്ചായിരുന്നു. നബി തങ്ങളോട് പറയുന്നു, നിസ്കാരം ഫർളാക്കുന്ന ഘട്ടമാണത്. 5 വഖത്ത് നിസ്കാരം അള്ളാഹു നൽകുന്ന ഘട്ടം മിഅ്റാജിനാണ്. ഇവിടെ ശ്രദ്ധിക്കണം, മിഅ്റാജിനാണ് പടച്ച റബ്ബ് ഈ 5 വഖത്ത് നമ്മളിപ്പോ നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിന് അള്ളാഹു ആദ്യം നൽകുന്നത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ആദ്യം റബ്ബ് അള്ളാഹിന്റെ റസൂലിന്റെ ഉമ്മത്തിന് നൽകുന്നത് തിരിച്ചു പോകാൻ നേരം നൽകുന്നു. ഞാനൊരു സമ്മാനം നൽകാം, അത് അങ്ങയുടെ ഉമ്മത്തിനും അങ്ങയ്ക്കും ഫർളാണ് നബിയെ. 50 വഖത്ത് നിസ്കാരത്തെ ആദ്യം ഫർളാക്കുന്നു. നമ്മുടെ ഉമ്മത്തിന് ആദ്യം അള്ളാഹു ഫർളാക്കുന്നത് 50 വഖത്താണ്. 50 സലവാത്ത്, 50 വഖത്ത്. അതിനുശേഷം റബ്ബിന്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചു മടങ്ങി വരുമ്പോ മൂസാ നബിയെ കാണുകയാണ്. മൂസാ നബി പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന് എത്രയാണ് ഫർളാക്കിയിരിക്കുന്നത്? 50 വഖത്താണ് നബിയെ, മൂസാ നബി എന്ന് റസൂൽ പറഞ്ഞപ്പോ അത് ഉമ്മത്തിന് താങ്ങാൻ കഴിയില്ല, അങ്ങ് തിരിച്ചുപോയി ഇളവ് ചോദിക്കണം. നബി തങ്ങൾ പിന്നെയും തിരിച്ചുപോയി ഇളവ് ചോദിച്ചു. കുറച്ചു വന്ന് ലാസ്റ്റ് 5 പറഞ്ഞു. അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് 5 വഖത്ത് നിസ്കാരം അള്ളാഹു സമ്മാനമായി നൽകുകയാണ്. പക്ഷേ അവിടെ ഒരു ഓഫർ റബ്ബ് വെക്കുന്നു. ഈ 5 വഖത്ത് നിസ്കരിക്കുമ്പോ ഓരോ നിസ്കാരത്തിനും 10 കൂലി വീതം അള്ളാഹു നൽകും. 50ന്റെ അതേ കൂലിയിലേക്ക് ഈ 5 വഖത്ത് കൊണ്ട് തന്നെ നമ്മൾ എത്തുകയാണ്. 15 50 5 വഖത്താണല്ലോ. ഓരോ ഫർള് നിസ്കാരം നിർവഹിക്കുമ്പോഴും 10 കൂലി വീതം ഒരു ദിവസം നമുക്ക് അള്ളാഹു നൽകുന്നു. അങ്ങനെ 5 വഖത്തും പൂർത്തിയാക്കുന്ന ഒരുവന് 50 റക്അത്തിന്റെ കൂലി അള്ളാഹു നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ കൂടുതലായി അഭിപ്രായപ്പെട്ട മിഅ്റാജിന്റെയും ഇസ്രാഇന്റെയും രാവാണ് ഇന്ന് രാത്രി. അള്ളാഹു ആ ദിവസത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക, അതാണ് വേണ്ടത്. നിസ്കാരക്കാരായി മാറുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആളുകളുടെ വിഭാഗത്തിൽ പെടാൻ ശ്രമിക്കുക. അതാണ് ഇസ്രാഉം മിഅ്റാജും നൽകുന്ന ഏറ്റവും വലിയ പാഠകം എന്നത്. റസൂല് നേരിട്ട് കണ്ട് മിഅ്റാജ് നടത്തി. നമുക്ക് അള്ളാഹു മിഅ്റാജ് നൽകുന്നത് എങ്ങനെയെന്ന് അറിയുമോ? അത് നിസ്കാരത്തിലാണ്. അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചോ, അല്ലെങ്കിൽ ഫർള് നിസ്കരിക്കാൻ വരിക. ഫർളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫർള് നിസ്കാരം ഏതൊരുവൻ നിസ്കരിക്കുന്നോ അവൻ എല്ലാ നേരവും പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കണ്ടുമുട്ടാത്ത ഒരുവൻ പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലുന്നവനാണ്. അവനൊന്നും പറഞ്ഞാൽ തിരിയില്ല. അവനെല്ലാം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വിമർശനങ്ങളായിട്ട് അവന് തലയിൽ കയറും. പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് സുജൂദ് ചെയ്യുന്ന ഒരുവന് അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും കേൾക്കാൻ എപ്പോഴും ഇഷ്ടമായിരിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ തല താഴ്ത്തി എപ്പോഴും സുജൂദിൽ കിടക്കാൻ അവന് താല്പര്യമായിരിക്കും. അല്ലാത്തവർ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓടി അകന്നുകൊണ്ടിരിക്കും. അവൻ വിചാരിക്കുന്നത് എപ്പോഴെങ്കിലും ഒന്ന് നിസ്കരിക്കാം, പക്ഷേ അവസാനം നിന്റെ മേൽ നിസ്കരിക്കപ്പെടുന്ന ദിവസത്തിലായിരിക്കും നീ ഓർക്കുക, ഒന്ന് നന്നാകാമായിരുന്നു. നിന്നെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവസാനം ഇമാമിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. അത്രയും നാൾ നിനക്ക് ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാമായിരുന്നു, അവസരമായിരുന്നു. പക്ഷേ പിന്നെ നിനക്ക് ഇമാമിന്റെ പുറകിൽ നിൽക്കാൻ അവസരമില്ല. ഇമാമിന്റെ മുന്നിൽ
ഏതൊക്കെയോ ആളുകൾ നിന്നെ ചേർന്ന് കയറ്റിവെക്കും. എന്നിട്ട് നിന്റെ മേൽ അവസാന ഇബാദത്ത് നിനക്ക് ഇഷ്ടമില്ലാത്തവരെ നിന്ന് നിസ്കരിക്കും. എന്നിട്ട് നിന്നെ കൊണ്ട് മറമാടും. ഖബറിലേക്ക് കൊണ്ട് വെച്ച് കഴിയുമ്പോ മുഅ്മിനാണെങ്കിൽ നൗമത്തിൽ അറൂസ്, പുതുകാരനെ പോലെ ഉറങ്ങടാ എന്ന് മലക്കുകൾ പറയും. മോശമായവനാണെങ്കിൽ ഖബറിൽ അവിടെ തൊട്ട് അദാബ് തുടങ്ങും. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അദാബ് അത്രമേൽ വലുതാണെന്നും ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പടച്ചറബിനെ ആരാധിച്ച് മറ്റാരുടെ കാര്യം നോക്കാതെ നന്മയ്ക്ക് മാത്രം ശ്രമിക്കുക. തിന്മയുടെ ഒരു അംശം പോലും അഹങ്കാരമോ അസൂയോ ഒന്നും കൊണ്ടു നടക്കാതെ ഹൃദയത്തിൽ നന്മ മാത്രം സ്വീകരിക്കുന്ന ആളുകളായി മാറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.